ഹായ് ഹലോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 റിലീസായിട്ടുള്ള ഒരു കൊറിയൻ ഹൊറർ ത്രില്ലർ മൂവിയാണ്. മൂവിയുടെ നെയിം സ്ലീപ്പ്. മൂവിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഹീറോയിൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതായിട്ട് കാണിക്കുകയാണ്. അവൾ ഉണർന്ന് നോക്കുമ്പോൾ ഹീറോ കട്ടിലിൽ ഉണർന്നിരിക്കുന്നതായിട്ട് കാണുകയാണ്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കട്ടിലേക്ക് വീണിട്ട് ഉറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. പെട്ടെന്ന് പുറത്ത് നിന്ന് വാതിലടയുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കുകയാണ്. അത് കേട്ടിട്ട് ഹീറോയെ വിളിക്കുന്നുണ്ടെങ്കിലും ഹീറോ ഒരു ബോധമില്ലാത്ത പോലെ തന്നെ നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ തനിയെ റൂമിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് നോക്കുകയാണ്. ഹീറോയിൻ ഇപ്പോൾ പ്രഗ്നൻ്റ് കൂടിയാണ്. അവൾ പോയി നോക്കുമ്പോൾ ആ വാതിലിനിടയിൽ ഒരു ചെരുപ്പിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സൗണ്ട് വന്നുകൊണ്ടിരുന്നത്. ഹീറോയിൻ അതെടുത്ത് മാറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത് നിന്ന് എന്തോന്ന് നിലത്തേക്ക് വീണ് സൗണ്ട് കേട്ടിട്ട് ഹീറോയിൻ പേടിച്ചു പോവാണ്. ഭയത്തോട് കൂടിയിട്ട് അവിടേക്ക് പോയി നോക്കുമ്പോൾ അവരുടെ നായക്കുട്ടിയായിരുന്നു അത്. അതെന്തോന്ന് തട്ടിയിട്ടതായിരുന്നു. ഹീറോയിൻ റൂമിലേക്ക് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഹീറോ ഇവിടെ നടന്ന കാര്യങ്ങൾ ഒന്നും അറിയാതെ നല്ല സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ഹീറോയിനും അവരവരുടെ ജോലിക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ്. ഹീറോ ഒരു ആക്ടറാണ്. ഹീറോയിൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഹീറോയിൻ ജോലിക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ്. അടുത്ത വീട്ടിലെ ലേഡി വാതിലിന് പിറകിൽ ഹീറോയിനായിട്ട് കാത്തു നിൽക്കുന്നത് അറിയാതെ ഹീറോയിൻ ഡോർ ഓപ്പൺ ചെയ്തതും അവരുടെ മൂക്കിൽ പോയി ഇടിച്ചിട്ട് അവർക്ക് മുറിവ് പറ്റിയാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് നാളായിട്ട് എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടെന്ന് ആ സ്ത്രീ പറയുമ്പോൾ ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്നും പോവാണ്. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഹീറോയിനും വീട്ടിൽ തിരിച്ചെത്തിയിട്ട് TV എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹീറോ നൈറ്റിൽ ഉറക്കത്തിൽ പറഞ്ഞ കാര്യത്തെ പറ്റിയിട്ട് ഹീറോയോട് ചോദിക്കുമ്പോൾ അത് വേറൊന്നല്ല, ഹീറോ ഒരു ആക്ടറായ കാരണം സ്ക്രിപ്റ്റിലെ ഡയലോഗ് ഉറക്കത്തിൽ പറഞ്ഞതാന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനെ സമാധാനിപ്പിക്കുകയാണ്. റൂമിൽ കാണിക്കുമ്പോൾ ഹീറോ നല്ല ഉറക്കത്തിലാണ്. ഹീറോയിൻ ആണെങ്കിൽ ഉറങ്ങാതെ അവൻ്റെ അടുത്തായിട്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് ഹീറോയുടെ ഫേസിൽ ഒരു കൊതുക് വന്ന് കടിക്കുന്നുണ്ട്. ഹീറോയിൻ അതിനെ തട്ടി മാറ്റുകയാണ്. ഉറക്കത്തിലുള്ള ഹീറോ അവൻ്റെ ഫേസിൽ മാന്താനായിട്ട് തുടങ്ങുകയാണ്. ഹീറോയിൻ അവൻ്റെ കൈയെടുത്ത് മാറ്റുന്നുണ്ടെങ്കിലും പിന്നെ ഹീറോ അത് ആവർത്തിക്കുകയാണ്. നല്ല ശക്തിയിൽ മാന്തിയ കാരണം തന്നെ ആ മാന്തിയ സ്ഥലം വല്ലാതെ റെഡ് കളറായി മാറുകയാണ്. ഹീറോയിൻ പിന്നെയും അവൻ്റെ കൈയെടുത്ത് മാറ്റിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ എഴുന്നേറ്റിട്ട് ഹീറോയെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുമ്പോൾ അവൻ്റെ കവിളിൽ മുഴുവനും ബ്ലഡ് ആയിരിക്കുന്നത് കണ്ടിട്ട് അവൾ പേടിച്ചിട്ട് ഹീറോയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് ആ കൊതുകടിച്ച സ്ഥലത്ത് ഹീറോ വല്ലാതെ മാന്തിയ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഹീറോയിൻ ഭയത്തിൽ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവനും പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അവൻ്റെ ഫേസിൽ കൈ വയ്ക്കുമ്പോഴാണ് അവൻ്റെ മുഖത്ത് ഇങ്ങനൊരു മുറിവുണ്ടായിരിക്കുന്ന കാര്യം തന്നെ അവൻ അറിയണത്. അടുത്തതായിട്ട് ഹീറോയിൻ അവൻ്റെ മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോവാന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, എനിക്ക് ജോലിക്ക് പോകാൻ ടൈമായി എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്നും പോവാണ്. ഹീറോ പോയതിന് ശേഷം വീടിനുള്ളിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ബ്ലഡ് ആയിട്ടുള്ളത് കണ്ടിട്ട് ഹീറോയിൻ അതും ഫോളോ ചെയ്ത് പോവാണ്. കട്ടിലിനടിയിൽ അവരുടെ ആ നായക്കുട്ടി ഒളിച്ചിരിക്കുന്നതായിട്ട് കണ്ടിട്ട് അതിനെ പുറത്തേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ അത് വല്ലാതെ ഭയന്ന് പുറത്തേക്ക് വരാതെ തന്നെ ഇരിക്കുകയാണ്. കട്ടിലിനടിയിൽ ബ്ലഡായ കൈയുടെ പാടുകളും കാണുകയാണ്. ഹീറോ നൈറ്റിൽ ആ നായക്കുട്ടിയെ എന്തോ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വല്ലാതെ ഭയന്നിരിക്കുന്നത്. ഓഫീസിൽ വന്ന ഹീറോയ്ക്ക് സംഭവിക്കുന്നതിന് എന്തായിരിക്കും കാരണം എന്നറിയാനായിട്ട് സ്ലീപ്പിംഗ് ഡിസോർഡറിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവുമെന്ന് അറിയാനായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഹീറോയിൻ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്യാണ്. ലൈറ്റ് ഇടുമ്പോൾ ഹീറോയിൻ പേടിച്ചു പോവാണ്. കാരണം ഹീറോ ആ നായക്കുട്ടിയും പിടിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഹീറോയിന് മുമ്പ് തന്നെ ഹീറോ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഫേസിൽ ഇങ്ങനെ ഒരു മുറിവ് വന്ന കാരണം അവൻ്റെ ഇന്നത്തെ ആ റോള് നഷ്ടമായി, അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ വന്നതെന്ന കാര്യമൊക്കെ ഹീറോയിനോട് പറയാണ്. റൂമിൽ കാണിക്കുമ്പോൾ ഹീറോയിൻ അവളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ നല്ല ഉറക്കത്തിലുമാണ്. ഹീറോ ഉറക്കത്തിൽ അവൻ്റെ കയ്യിൽ ചെറുതായിട്ട് മാന്തുന്ന പോലെ കണ്ട ഹീറോയിൻ കഴിഞ്ഞ നൈറ്റിൽ സംഭവിച്ച പോലെ ഇനിയും സംഭവിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഹീറോയിൻ അവളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹീറോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് റൂമിന് പുറത്തേക്ക് പോവാണ്. ഹീറോയിനും അവന് പിന്നാലെ പോയി നോക്കുമ്പോൾ ഹീറോ ഫ്രിഡ്ജ് തുറന്നിട്ട് അതിൽ നിന്ന് പച്ച മാംസവും മുട്ടയും പച്ചക്കറിയും ഒക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഹീറോയിന് തന്നെ ഛർദ്ദിക്കാനായിട്ട് വരികയാണ്. ഹീറോ നേരെ വന്നിട്ട് പൈപ്പ് ഓൺ ചെയ്ത് അതിൽ നിന്ന് വെള്ളം നേരിട്ട് കുടിക്കുന്നത് കണ്ട ഹീറോയിൻ പേടിയോട് കൂടിയിട്ട് അവനെ നോക്കി തന്നെ നിൽക്കുകയാണ്. അവരുടെ ആ നായക്കുട്ടി ഹീറോയെ നോക്കി വല്ലാതെ കുരയ്ക്കുകയാണ്. ഹീറോ അതിനെ തിരിഞ്ഞൊരു നോട്ടം നോക്കിയതും അത് അവിടുന്ന് പേടിച്ച് ഓടിപ്പോവാണ്. ഹീറോ അവിടെ നിന്ന് റൂമിലേക്ക് പോയിട്ട് റൂമിൻ്റെ ജനൽ തുറന്നിട്ട് പുറത്തേക്ക് ചാടാനായിട്ട് ശ്രമിക്കുമ്പോൾ ഹീറോയിൻ അവനെ എങ്ങനെയൊക്കെയോ വലിച്ച് അകത്തേക്ക് ഇടുകയാണ്. ഹീറോയ്ക്ക് അവൻ്റെ ബോധം തിരിച്ചു വരികയാണ്.
ഹീറോയിൻ അവനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ഹീറോയ്ക്ക് ഇതൊന്നും തന്നെ ഓർമ്മയുമില്ല. ഉറക്കത്തിലാണ് ഹീറോ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് ഹീറോയിൻ പറയുമ്പോൾ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയ ഹീറോ അതിന് സമ്മതിക്കുകയാണ്. അടുത്ത ദിവസം ഹീറോയിൻ അവളുടെ അമ്മയെ കാണാനായിട്ട് പോവാണ്. അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഈ സമയത്ത് അമ്മ പറയണത് നിങ്ങളുടെ വീട്ടിലെന്തോ ഗോസിന്റെ ശല്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മന്ത്രവാദിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. പിന്നെ മന്ത്രങ്ങൾ എഴുതിയ പേപ്പറും കൊടുക്കുകയാണ്. ഇതുകൊണ്ടൊന്നല്ല ഇങ്ങനെ സംഭവിക്കണത്, ഇത് മെഡിക്കൽ സംബന്ധമായ പ്രശ്നങ്ങളാണെന്ന് ഹീറോയിൻ പറയാണ്. അതിനുശേഷം ഹീറോയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. ഡോക്ടർ ഹീറോയെ ചെക്ക് ചെയ്തതിന് ശേഷം ഹീറോ പുറമെ ഉറങ്ങുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിൽ അവൻ ഇപ്പോഴും ഉണർന്നു തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് അവന് തോന്നുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൻ ഉറക്കത്തിൽ തന്നെ ചെയ്യുന്നത്. ഹീറോ ഉറക്കത്തിൽ നടക്കുന്ന കാരണം അവന് സ്വബോധം ഉണ്ടാവില്ല. അത് അപകടങ്ങൾ ഉണ്ടാവാനായിട്ട് കാരണമാവും. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള മൂർച്ചയുള്ള എല്ലാ വസ്തുക്കളും മാറ്റി വെക്കണം. പിന്നെ ഹീറോ മദ്യപിക്കാൻ പാടില്ല എന്നും പറയാണ്. വീട്ടിൽ വന്ന ഹീറോയിൻ കിച്ചണിലുള്ള മൂർച്ചയുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് കബോർഡിൽ അടച്ചു വെക്കുകയാണ്. മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാരണം അവിടെ ഉണ്ടായിരുന്ന ഡ്രിങ്ക്സ് എല്ലാം അവൾ ഒഴിച്ചു കളയാണ്. ഹീറോ നേരത്തെ ഉറങ്ങണമെന്ന് ഡോക്ടർ പറഞ്ഞ കാരണം ഇനി തൊട്ട് നൈറ്റ് വർക്കിനൊന്നും വരില്ല എന്ന് അവൻ ഫോൺ ചെയ്തും പറയാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടാണ് രണ്ടുപേരും കിടന്നുറങ്ങണത്. അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ എഴുന്നേൽക്കുമ്പോൾ ഹീറോ ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. അവള് ഹോളിലേക്ക് വന്നിട്ട് അവരുടെ നായ്ക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാന്ന് കരുതിയിട്ട് അതിനെ നോക്കുമ്പോൾ ഫ്രിഡ്ജിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്ത് കിടക്കുന്നത് കണ്ടിട്ട് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ആ നായ്ക്കുട്ടി ഫ്രിഡ്ജിനുള്ളിൽ ചത്തിരിക്കുന്നതായിട്ട് കണ്ടിട്ട് ഹീറോയിൻ വല്ലാതെ ബഹളം വെക്കുകയാണ്. ആ സീൻ അവിടെ വെച്ച് കട്ടാവുകയാണ്. അടുത്ത സീനിൽ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഹീറോയിന്റെ ഡെലിവറി നടക്കുകയാണ്. ഹീറോയിന്റെ അമ്മയും അവിടെ വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വന്ന അമ്മയോട് ഹീറോയിൻ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ നീ എങ്ങനെ ജീവിക്കും, അവനെ അങ്ങ് ഡിവേഴ്സ് ചെയ്ത് കളയാനാണ് അമ്മ പറയണത്. ഹീറോയിൻ ദേഷ്യപ്പെട്ടിട്ട് അവനിപ്പോഴും ഒരു ട്രീറ്റ്മെന്റിലാണുള്ളത്, എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയുമ്പോൾ ടാബ്ലറ്റ് കഴിച്ചിട്ടും അവൻ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ. ഈ ട്രീറ്റ്മെന്റ് ഒക്കെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ആ മന്ത്രവാദിയെ പോയി കാണുന്ന അമ്മയും പറയാണ്. അടുത്തായിട്ട് ഹീറോയിനും വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഹീറോയിൻ അവരുടെ സേഫ്റ്റിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വീടിനുള്ളിൽ ചെയ്യാണ്. ബെഡ്റൂമിന്റെ വാതിൽ ഓപ്പൺ ചെയ്താൽ അറിയാനായിട്ട് ഒരു ബെല്ലൊക്കെ സെറ്റ് ചെയ്തും വെക്കുകയാണ്. നൈറ്റിൽ ഉറങ്ങാൻ നേരത്ത് ഹീറോയെ കൊണ്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനുള്ളിലാണ് അവനെ ഉറങ്ങാനായിട്ട് കിടത്തുന്നത്. അടുത്ത ദിവസം രാവിലെ അടുത്ത വീട്ടിലെ ആ ലേഡിയും അവരുടെ മകനും കൂടിയിട്ട് അവരുടെ നായ്ക്കുട്ടിയും കൊണ്ട് വരുന്നത് കണ്ട ഹീറോയിൻ അവരുടെ അടുത്തേക്ക് വരികയാണ്. ആ നായ്ക്കുട്ടിയെ കണ്ട ഹീറോയിന് അവളുടെ നായ്ക്കുട്ടിയാണ് ഓർമ്മ വന്നത്. വീട്ടിലേക്ക് വന്ന ഹീറോയിൻ അവളുടെ നായ്ക്കുട്ടിയുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയുടെ ഈ അസുഖത്തെ പറ്റിയിട്ട് അവൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഉറക്കത്തിൽ നടക്കുന്ന ആളുകൾ കൊലപാതകം വരെ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ ഹീറോയിൻ ഒന്നും കൂടി ഭയം കൂടുകയാണ്. റൂമിലേക്ക് വന്ന ഹീറോ മരുന്ന് കഴിച്ചോ ഇല്ലയോ എന്നറിയാതെ ഉറങ്ങിക്കൊണ്ടിരുന്ന ഹീറോയുടെ വായിലേക്ക് ടാബ്ലറ്റ് എടുത്തിട്ടിട്ട് അവളും ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. എന്നാലും അവളുടെ ഉള്ളിൽ ഭയമുള്ള കാരണം കൊണ്ട് തന്നെ അവളെ കൊണ്ട് ഉറങ്ങാനും കഴിയുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഹീറോയിൻ റൂമിൽ നിന്ന് ബാത്റൂമിൽ പോയി ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹീറോ വന്നിട്ട് ബാത്റൂമിന്റെ ഡോറ് തട്ടാനായിട്ട് തുടങ്ങുകയാണ്. ഹീറോയിൻ പേടിച്ചിട്ട് ഡോർ ഓപ്പൺ ചെയ്യാതെ തന്നെ ഇരിക്കുകയാണ്. കുഞ്ഞും കരയാനായിട്ടും തുടങ്ങുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം സൗണ്ടൊന്നും കേൾക്കാത്ത കാരണം ഹീറോയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഹീറോ ബെഡ്റൂമിൽ തന്നെ ടോയ്ലറ്റിൽ പോവാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്നത് മനസ്സിലാക്കിയ ഹീറോയിൻ അടുത്ത ദിവസം തന്നെ ഹീറോയും കൂട്ടിക്കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് വരികയാണ്. ടാബ്ലറ്റ് ഒക്കെ എടുത്തിട്ടും എന്താ എൻ്റെ ഈ അസുഖത്തിൽ ഒരു ചേഞ്ചസും ഇല്ലാത്തതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഇതൊക്കെ അത്രയ്ക്ക് പെട്ടെന്ന് ശരിയാവുന്ന കാര്യമൊന്നുമല്ല, ഇതിനൊക്കെ സമയമെടുക്കും, ചിലപ്പോൾ ഇത് ശരിയാവാം, ചിലപ്പോൾ ഇത് ശരിയാവാതിരിക്കാമെന്ന് ഡോക്ടർ പറയുമ്പോൾ ഹീറോയിൻ ദേഷ്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡെപ്പി എടുത്തിട്ട് ഡോക്ടറെ തലയ്ക്ക് തന്നെ ഒരു ഏറ് വെച്ച് കൊടുക്കുകയാണ്. ഹീറോയിനെ സമാധാനിപ്പിക്കാനായിട്ട് നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ സമാധാനിപ്പിക്കുകയാണ്. നൈറ്റിലെ ഹീറോ അവൻ്റെ ഈ അസുഖം കാരണം ഹീറോയിനും കുഞ്ഞിനും ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് വീടിനുള്ളിൽ നിന്നും പുറത്തു വന്നിട്ട് കാറിൽ വന്ന് കിടന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. അവിടേക്ക് ഹീറോയും വന്നിട്ട് ഒരു പ്രശ്നമില്ല, നീ വീടിനുള്ളിൽ തന്നെ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹീറോയെ കൂട്ടിക്കൊണ്ട് വീടിനകത്തേക്ക് പോവാണ്. നൈറ്റിൽ ഹീറോയെ മാത്രം റൂമിൽ കിടത്തിയിട്ട് പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് ഹീറോയിൻ ഉറങ്ങാനായിട്ട് കിടക്കുന്നത്. അന്നത്തെ നൈറ്റ് ഒരു പ്രശ്നമില്ലാതെ തന്നെ കടന്നു പോവാണ്. അടുത്ത ദിവസം ഹീറോയിൻ്റെ അമ്മ ഒരു മന്ത്രവാദി ലേഡിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അവർ വന്നിട്ട് ഹീറോയുടെ ശരീരത്തിൽ ഒരു ഗോസ്റ്റ് ഉണ്ടെന്നും നൈറ്റിലാണ് ആ ഗോസ്റ്റ് ഹീറോയുടെ ശരീരത്തിൽ കയറുന്നതെന്നുമെല്ലാം ഹീറോയിനോട് പറയാണ്. ഈ ഗോസ്റ്റിന്റെ പേര് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് മന്ത്രക്കടലാസുകളെല്ലാം ഹീറോയിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഹീറോയുടെ ശരീരത്തിലേക്ക് എന്തോ വെള്ളമൊക്കെ തെളിച്ചിട്ട് അവരവിടെ നിന്നും പോവാണ്. നൈറ്റില് അവർ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഹീറോയോട് ആ മന്ത്രവാദി പറഞ്ഞത് ശരിയായിരിക്കുമോ, നിന്റെ ശരീരത്തില് ഗോസ്റ്റ് കയറിയിട്ടുണ്ടാവുമെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഹീറോയിൻ ചിരിച്ചുകൊണ്ട് പറയാണ്, അങ്ങനെയാണെങ്കിൽ അത് ആരുടെ ഗോസ്റ്റ് ആയിരിക്കും, എനിക്ക് മുന്നുണ്ടായിരുന്ന നിന്റെ വല്ല കാമുകന്മാരുടെ ഗോസ്റ്റ് ആയിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അവരാരും മരിച്ചു പോയിട്ടില്ല എന്ന് ഹീറോയിൻ പറയാണ്. പിന്നെ ഹീറോ പറയുന്നുണ്ട്,
നമ്മുടെ താഴത്തെ വീട്ടിൽ ഒരു വയസ്സായ ആളുണ്ടായിരുന്നില്ലേ, അയാളുടെ ഗോസ്റ്റ് ആയിരിക്കുമോ? നമ്മുടെ വീട്ടിൽ നിന്ന് എപ്പോഴും സൗണ്ട് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കംപ്ലൈൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നില്ലെന്നൊക്കെ ഹീറോയും ഹീറോയിനെ കളിയാക്കിക്കൊണ്ട് പറയാണ്. ഹീറോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെ ആയിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് ഹീറോയിൻ ഒന്നുകൂടെ ടെൻഷൻ ആവുകയാണ്. അടുത്ത ദിവസം ഹീറോയിൻ അടുത്ത വീട്ടിലെ ആ ലേഡിയുടെ വീട്ടിലേക്ക് വരികയാണ്. ഹീറോ നൈറ്റില് താഴത്തെ വീട്ടിലെ ഒരു വയസ്സായ ആളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ലേഡിയുടെ അച്ഛനാണ് ആ വയസ്സായ ആള്. ഹീറോയിൻ വന്നിട്ട് അച്ഛന് സുഖമാണോ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. ആൾ മരിച്ചുപോയോ എന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് അവൾ അങ്ങനെ ചോദിക്കേണ്ടത്. ആ ലേഡിയുടെ മകൻ വന്നിട്ട് മുത്തശ്ശൻ മരിച്ചുപോയെന്ന് പറയാണ്. ഹീറോയിൻ അച്ഛൻ്റെ പേരെന്താണെന്ന് അവരോട് ചോദിച്ചറിഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ്. വീട്ടിൽ വന്ന ഹീറോയിന് ശരിക്കും ഹീറോയുടെ ശരീരത്തിൽ ഗോസ്റ്റ് ഉണ്ടാവുമെന്ന് ചിന്ത വരികയാണ്. ആ ലേഡിയുടെ അച്ഛൻ മരിച്ചുപോയെന്ന് പറഞ്ഞല്ലോ, അയാൾക്കാണെങ്കിൽ ഇവരെ വീട്ടിൽ നിന്ന് സൗണ്ടൊക്കെ വരുന്ന കാര്യം പറഞ്ഞിട്ട് വല്ലാതെ കംപ്ലൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹീറോയിനോട് അയാൾക്ക് ചെറിയൊരു താല്പര്യവും ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഹീറോയിന് ഹീറോയുടെ ശരീരത്തിൽ ഗോസ്റ്റ് ഉണ്ടാവും എന്നൊരു ചിന്ത വരികയാണ്. അവള് ഉറങ്ങിക്കൊണ്ടിരുന്ന ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് ആ വയസ്സായ ആളുടെ പേര് വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വന്നതാണെന്നൊക്കെ ചോദിക്കുകയാണ്. ഹീറോ ഉറക്കത്തിൽ എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. ഹീറോയെ റൂമിൽ വെച്ച് പൂട്ടിയിട്ട് ഹീറോയിൻ ഹോളിലാണ് കിടക്കുന്നത്. ഹീറോയുടെ ശരീരത്തിൽ ഗോസ്റ്റ് ഉണ്ടെന്ന് തന്നെ ഹീറോയിൻ ഉറപ്പിക്കുകയാണ്. ആ വയസ്സായ ആളുടെ ഗോസ്റ്റ് തന്നെയാണ് അവന്റെ ശരീരത്തിലുള്ളതെന്ന് തന്നെ അവൾ ഉറപ്പിക്കുകയാണ്. നായ കുരയ്ക്കുന്നതും വലിയ ശബ്ദങ്ങളൊന്നും അയാൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ നായയെ തന്നെ കൊന്നുകളഞ്ഞതെന്ന് അവൾ ചിന്തിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ഹീറോ വന്നിട്ട് വാതിൽ തട്ടുമ്പോൾ ഹീറോയിൻ വന്ന് വാതിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഹീറോ വന്നിട്ട് അവന്റെ ബെഡിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയതാന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രപേപ്പർ എടുത്ത് കാണിക്കുമ്പോൾ മന്ത്രപേപ്പർ ചുളിയിരിക്കുന്നത് കണ്ട ഹീറോയിൻ വല്ലാതെ ടെൻഷനായിട്ട് അത് നേരെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാ ഇത് ചുളുക്കിയത്? ഇത് നിന്റെ ബെഡിന്റെ അടിയിൽ വെച്ചുകൊണ്ട് മാത്രമാണ് നീ ഒരു പ്രശ്നമില്ലാതെ ഉറങ്ങിയതെന്ന് പറയാണ്. ഹീറോയിന്റെ കണ്ണ് വല്ലാതെ റെഡ് കളർ ആയിരിക്കുന്നത് കണ്ട ഹീറോ, നീ നൈറ്റില് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, പോയി കുറച്ചു നേരം ഉറങ്ങാനായിട്ട് പറയുമ്പോൾ ഹീറോയിൻ അതൊന്നും ശ്രദ്ധിക്കാതെ ആ പേപ്പർ നേരെയാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഹീറോയിൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ തന്നെ അവളെ എടുത്തുകൊണ്ട് പോയിട്ട് ബെഡിൽ കിടത്തി ഉറക്കുകയാണ്. നൈറ്റിലെ ഹീറോയിൻ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പോൾ ഹീറോ അവളുടെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. കുഞ്ഞെവിടെയാന്ന് ഹീറോയിൻ തൊട്ടിയിൽ പോയി നോക്കുമ്പോൾ കുഞ്ഞിപ്പോൾ തൊട്ടിലില്ല. പുറത്തുനിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് പുറത്തേക്ക് ഓടിപ്പോയി നോക്കുമ്പോൾ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിനുള്ളിൽ കുഞ്ഞ് കിടക്കുന്നതായിട്ട് കാണുകയാണ്. പെട്ടെന്ന് ഹീറോയിൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. ഇത്രയും നേരം അവൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പേടിച്ചു പോയ ഹീറോയിൻ തൊട്ടിൽ പോയി നോക്കുമ്പോൾ കുഞ്ഞിനെ തൊട്ടിൽ കാണുന്നുണ്ടായിരുന്നില്ല. അവള് ഭയത്തില് ഫ്രിഡ്ജും പോയി ഓപ്പൺ ചെയ്തിട്ട് അതിലെങ്ങാനും കുഞ്ഞുണ്ടോന്ന് നോക്കുന്നുണ്ട്. അതിനുള്ളിലും കുഞ്ഞുണ്ടായിരുന്നില്ല. അടുപ്പില് വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് അത് പോയി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനുള്ളില് എന്തോ കൈ പോലെ കാണുന്നുണ്ട്. ഹീറോയിൻ ആ പാത്രത്തിനുള്ളിലുള്ള എല്ലാം തന്നെ പുറത്തേക്ക് എടുത്തിട്ടിട്ട് ആ ചൂടുവെള്ളത്തിൽ കൈ വെച്ച് തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ബാത്റൂമിൽ നിന്ന് ഹീറോ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് വരികയാണ്. ഹീറോയിൻ ചൂടുവെള്ളത്തിൽ കൈ വെച്ചിരിക്കുന്നത് കണ്ട ഹീറോ അവളുടെ കൈ നോക്കുമ്പോൾ അത് വല്ലാതെ റെഡ് കളറായിട്ട് മാറിയിരിക്കുകയാണ്. അവളുടെ കയ്യിൽ വെക്കാനായിട്ട് ഐസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിൻ പുറകിലൂടെ വന്നിട്ട് ആ ചൂടുവെള്ളം വെച്ച പാത്രം എടുത്തിട്ട് ഹീറോയുടെ തലയിൽ തന്നെ അടിക്കുകയാണ്. ഹീറോ അപ്പം തന്നെ മയങ്ങി പോവാണ്. ഹീറോയ്ക്ക് ബോധം തിരിച്ചു വരുമ്പോൾ ഹീറോയിൻ അവനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു കത്തി എടുത്തിട്ട് അവന്റെ കഴുത്തിലായിട്ട് വെച്ചിട്ട് ആ വയസ്സായ ആളുടെ ഗോസ്റ്റിനോട് സംസാരിക്കുന്നത് പോലെ നിനക്ക് എന്താ വേണ്ടത്, നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീറോയും ഇപ്പൊ നോർമലായിട്ടാണ് സംസാരിക്കണത്. എനിക്കൊരു കുഴപ്പമില്ല, ഡോക്ടർ എനിക്ക് വേറെ മരുന്ന് മാറ്റി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ സമാധാനപ്പെടുത്തുകയാണ്. ആ സീനോട് വെച്ച് കട്ടായിട്ട് അടുത്ത സീനില് കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. ഹീറോയുടെ ഈ ഉറക്കത്തിലെ പ്രശ്നങ്ങളെല്ലാം നോർമലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ പറയുകയാണ്. ഹീറോയിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഹീറോയുടെ ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ അവൾക്ക് മെന്റൽ ഇഷ്യൂസ് ഒക്കെ വന്നു എന്നും ഇന്ന് അവളെ ഡിസ്ചാർജ് ചെയ്യുമെന്നും പറയാണ്. ഹീറോയിനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഹീറോയിൻ നേരത്തെ തന്നെ ഇവിടുന്ന് ഡിസ്ചാർജായി പോയി എന്ന് ഹോസ്പിറ്റലിലുള്ള ആളുകൾ പറയാണ്. ഹീറോയിനെ കോൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും ഒരു റെസ്പോൺസും അവളുടെ അടുത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. ഹീറോ കുഞ്ഞിനെ ഹീറോയിന്റെ അമ്മയെ ഏൽപ്പിച്ചിട്ട് വീട്ടിലേക്ക് വരികയാണ്. ഹീറോ വീട്ടിലേക്ക് കയറി പോകുന്നത് അടുത്ത വീട്ടിലെ ആ ലേഡിയുടെ മകൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ഹീറോയുടെ വീടിനുള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കുമ്പോൾ ഹീറോയിൻ വീട്ടിൽ തിരിച്ചെത്തിയെന്ന് മനസ്സിലാക്കി ഹീറോ വീട്ടിലേക്ക് ഓടിച്ചെന്ന് നോക്കുകയാണ്. വീടിനുള്ളിലെ മുഴുവനും മന്ത്രപേപ്പർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഹീറോയിൻ റൂമിന് പുറത്തേക്ക് വരികയാണ്. നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയാതെ ഹീറോയിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൊജക്ടർ ഓൺ ചെയ്തിട്ട് പറയാൻ തുടങ്ങുകയാണ്. ഒരാൾ മരിച്ചുപോയാൽ 10 ദിവസത്തിനുള്ളിൽ ആത്മാവിന് ശാന്തി കിട്ടണം, അങ്ങനെയല്ലെങ്കിൽ ഗോസ്റ്റ് ആയിട്ട് അത് അലഞ്ഞു നടക്കുമെന്ന് പറയുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, എല്ലാം ശരിയായെന്ന് ഹീറോ പറയുന്നുണ്ടെങ്കിലും അതൊന്നും വിശ്വസിക്കാൻ ഹീറോയിൻ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. ഇനി ഇവളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ അവള് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട്
പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ വയസ്സായ ആള് മരിച്ചു പോയതിനു ശേഷം 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ വീട്ടില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത്. അയാളാണ് ഗോസ്റ്റായി വന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് സീനിലെ ഹീറോ ഉറക്കത്തില് വീടിനുള്ളിൽ ആരും ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ കാര്യങ്ങളെല്ലാം ഹീറോയിൻ പറയുമ്പോൾ അത് വേറെയൊന്നല്ല, എൻ്റെ സ്ക്രിപ്റ്റിലുള്ള ഡയലോഗാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ കുറേ ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് ഗോസ്റ്റ് ശരീരത്തിൽ കയറിയവര് അവരുടെ സ്വന്തം ശരീരത്തിൽ തന്നെ മുറിവുകളൊക്കെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. അതുമാത്രമല്ല നോൺ വെജ് ഭക്ഷണമൊക്കെ അവർ നന്നായിട്ട് കഴിക്കും. നീ അന്ന് നൈറ്റിൽ എന്താ കഴിച്ചതെന്നൊക്കെ നിനക്കറിയാലോ. പിന്നെ ആ വയസ്സായ ആൾക്ക് ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന സൗണ്ട് ആയിരുന്നു. നമ്മുടെ നായിയാണ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നായിയെ അയാൾ കൊന്നുകളഞ്ഞത്. ഇപ്പോഴെങ്കിലും നീ എന്നെ ഒന്ന് മനസ്സിലാക്കുമെന്ന് ഹീറോയിൻ പറയുമ്പോൾ ഞാൻ നീ പറഞ്ഞതൊക്കെ വിശ്വസിക്കുന്നു. ഇപ്പൊ പ്രോബ്ലം ഒക്കെ സോൾവ് ആയില്ലേ, ഞാൻ നോർമൽ ആയില്ലേ, അതൊരു ഗോസ്റ്റ് ആയിരുന്നെങ്കിൽ അതെന്നെ വിട്ട് പോയി എന്നൊക്കെ ഹീറോ പറയാണ്. ആ ഗോസ്റ്റിനെ 49ാമത്തെ ദിവസം ഒഴിപ്പിക്കണം. ആ ചടങ്ങ് നീ ഉറങ്ങിയതിന് ശേഷം ഇന്ന് ചെയ്യണമെന്ന് ഹീറോയിൻ പറയുമ്പോൾ ഒന്നും മനസ്സിലാക്കാത്ത ഹീറോ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്ന് പറയാണ്. ഇനി നമ്മൾ ആ ചടങ്ങ് ചെയ്യണം, എന്നാൽ മാത്രമേ ആ ഗോസ്റ്റ് ഇവിടുന്ന് പോകൂ. നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും അന്നാലേ എനിക്ക് രക്ഷിക്കാൻ കഴിയുമെന്നൊക്കെ ഹീറോയിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കിയ ഹീറോ ബാഗൊക്കെ എടുത്തിട്ട് അവിടുന്ന് പോവാനായിട്ട് ഒരുങ്ങുകയാണ്. ഹീറോയിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പലക എടുത്തിട്ട് അവനെ എറിയാണ്. അവൻ കുനിഞ്ഞ കാരണം അത് അവന്റെ ദേഹത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. ഹീറോയിനായി എടുത്തെറിഞ്ഞ പലകയില് പ്രോബ്ലങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഹീറോ അതും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു പ്രോബ്ലം വരുമ്പോൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നീ ശ്രമിക്കുകയാണല്ലേ, നീ ജീവനോടെ ഇരിക്കണതിൽ എന്തർത്ഥമാണുള്ളതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഹീറോയിൻ ഈ കാര്യത്തിൽ അത്രയ്ക്ക് സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയ ഹീറോ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നത് പോലെ അവിടെ പോയിട്ട് ഇരിക്കുകയാണ്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഹീറോയിൻ വന്നിട്ട് അവന്റെ ചെവിയിൽ എന്തോ പറയാണ്. ഹീറോ ഷോക്കായിട്ട് ഫ്രിഡ്ജ് പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനുള്ളിൽ അടുത്ത വീട്ടിലെ ആ ലേഡിയുടെ നായയെ കൊന്നുകൊണ്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഹീറോയ്ക്ക് ഛർദ്ദിക്കാനായിട്ട് വരികയാണ്. അവൻ ബാത്റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആ അടുത്ത വീട്ടിലെ ലേഡിയെ കെട്ടിയിട്ടിരിക്കുന്നതായിട്ടും കാണുകയാണ്. നീ എന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഹീറോയിൻ ആ ലേഡിയെ ഹോളിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ തലയിലായിട്ട് ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് ഇപ്പോൾ നീ ഇവിടെ നിന്ന് പോകുമോ എന്ന് ആ വയസ്സായ ആളോട് ചോദിക്കുന്നത് പോലെ ഹീറോയോട് ചോദിക്കുകയാണ്. ആ ലേഡിയും ഹീറോയുടെ ശരീരത്തിൽ ഇപ്പോൾ അവരുടെ അച്ഛൻ്റെ ആത്മാവുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നും പറയാണ്. ഹീറോയുടെ ശരീരത്തിലാണെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു ഗോസ്റ്റും ഇല്ല. ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവൻ ഷോക്കായിട്ട് തന്നെ ഇരിക്കുകയാണ്. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ മകളെ കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് ഹീറോയെ നോക്കി ആ വയസ്സായ ആളാണെന്ന് കരുതിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ഒന്നും മിണ്ടാത്ത കാരണം ഡ്രില്ലിംഗ് മെഷീൻ ഓൺ ചെയ്തിട്ട് ആ ലേഡിയുടെ തലയിൽ ഒരു ചെറിയ മുറിവും വരുത്തുകയാണ്. ഇത് കണ്ട ഹീറോ വേറൊരു വഴിയില്ലാതെ ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഹീറോയിന്റെ ശ്രദ്ധ മാറുകയാണ്. ഹീറോ ആ ഡ്രില്ലിംഗ് മെഷീൻ അവളുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പിന്നെയും ആ ഗോസ്റ്റിനോട് സംസാരിക്കുന്നത് പോലെയാണ് ഹീറോയോട് സംസാരിക്കുന്നത്. വേറെ ഒരു വഴിയില്ലാന്ന് മനസ്സിലാക്കിയ ഹീറോയിന്റെ ആ വിശ്വാസം പോലെ തന്നെ ചെയ്യാൻ തുടങ്ങുകയാണ്. ആ വയസ്സായ ആള് സംസാരിക്കുന്നത് പോലെ അഭിനയിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഞാൻ പോവാണ്, ഇനി ഞാൻ ഒരിക്കലും നിന്റെ അടുത്തേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് ആ വയസ്സായ ആള് നടക്കുന്നത് പോലെ തന്നെ പതിയെ അവിടെ നിന്ന് നടന്നു പോയിട്ട് ഒരു സ്ഥലത്തെത്തുമ്പോൾ മയങ്ങി വീഴുകയാണ്. ഹീറോ ഒരു ആക്ടറായ കാരണം അവൻ നല്ല രീതിയിൽ അഭിനയിച്ച കാരണം കൊണ്ടും ഹീറോയിൻ അവൻ്റെ ശരീരത്തിൽ ഗോസ്റ്റ് ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നത് കൊണ്ടും ഹീറോയുടെ ശരീരത്തിൽ നിന്ന് ആ ഗോസ്റ്റ് പോയി എന്ന് തന്നെ ഹീറോയിൻ വിശ്വസിക്കുകയാണ്. മയങ്ങിക്കിടന്ന ഹീറോയുടെ അടുത്തേക്ക് ഹീറോയിൻ വരുമ്പോൾ ആ ഗോസ്റ്റ് എൻ്റെ ശരീരത്തിൽ നിന്ന് പോയി, ഇനി ഒരു പ്രശ്നമില്ല എന്ന് ഹീറോയും പറയുകയാണ്. ഹീറോയുടെ അടുത്ത് വന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ചേർന്നിട്ട് ഒരു പ്രോബ്ലത്തെ നേരിട്ടാൽ അത് സോൾവ് ആവുമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ കിടന്നിട്ട് ഉറങ്ങിപ്പോവാണ്. ഇതൊക്കെ തന്നെ ഹീറോയിൻ്റെ ഒരു തോന്നലും തെറ്റിദ്ധാരണയും മാത്രമായിരുന്നു. അതിനെ ഒന്നുകൊണ്ടും നേരെയാക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ്റെ ആ വിശ്വാസത്തിലൂടെ തന്നെ അവളുടെ വഴിയിലൂടെ പോയിട്ട് ഹീറോ എല്ലാം സോൾവ് ആക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നത്. എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്നാണ് വിചാരിക്കണത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു മൂവിയായിട്ട് പിന്നീട് കാണാം.